ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ പേര് അനസ് എന്നാണ്, വീട് ആലപ്പുഴയാണ്. ആലപ്പുഴ നമുക്കറിയാം, ഒരു കൊച്ചു ജില്ലയാണ്, മനോഹരമായ ജില്ലയാണ്. കുറച്ച് ബാക്ക് വാട്ടേഴ്സും കുറേ നെൽപ്പാടങ്ങളും അടിപൊളി ഒരു ബീച്ചും ചെറിയൊരു ടൗണും. അങ്ങനെ ആലപ്പുഴ ടൗണിലാണ് എൻ്റെ വീട്. ആലപ്പുഴ ടൗണിൽ സക്രിയ ബസാർ എന്ന് പറയും. എൻ്റെ അടുത്ത് വട്ടപ്പള്ളി എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ, എൻ്റെ വീട്ടിൽ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ചെറിയ 2 കുഞ്ഞുമക്കളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ചാനൽ? ഞാൻ ഈ ചാനലിൻ്റെ പേർപ്പസ് പറയാം. ഇതെൻ്റെ ആക്ച്വലി എൻ്റെ ക്ലാസ് റൂമാണ്. ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്, അല്ലാതെ മറ്റു ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാർക്കും, ആർക്കും, സാധാരണക്കാരെന്നല്ല, ഇനി കുറച്ച് അസാധാരണക്കാർക്കും കുഴപ്പമില്ല, ഏതൊരു സാധാരണക്കാർക്കും അടിപൊളിയായിട്ട് ഗംഭീരമായി ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ സിമ്പിൾ മെത്തേഡിൽ, കുറേ ഗ്രാമറിൻ്റെ നൂലാമാലകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനുള്ള കുറേ വീഡിയോസ് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം. അതുകൂടാതെ നമ്മുടെ ക്ലാസ് റൂമിലെ വീഡിയോസ്, കുട്ടികളുടെ വീഡിയോസ്, അല്ല നല്ല നല്ല മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ചെയ്യൽ നമുക്ക് ലക്ഷ്യമുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും ആകാമഴിഞ്ഞ നല്ല സപ്പോർട്ട് വേണം. ഓക്കെ, നല്ല സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ, അതായത് പിന്നെ നിങ്ങൾക്ക് ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്, ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ റിലേറ്റഡ് ആയ അല്ലാതെ മറ്റു വിഷയങ്ങളിലൊക്കെയുള്ള ഏതൊക്കെ ടൈപ്പ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ കമൻറ്റ് ചെയ്യും. ഏതായാലും ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ അതിൻ്റെ സൈക്കോളജിയും, എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്, ഒരാൾ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സ്, ഒരാൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നത്, ഒരാൾ പെട്ടെന്ന് ഈ ഭാഷ എങ്ങനെ പഠിച്ചെടുക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ മാത്രം ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ജേണിയിലേക്കുള്ള, ആ ലാംഗ്വേജ് ലേണിംഗ് ജേണിയിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ളൊരു വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി ഒരു ഇൻട്രൊഡക്ഷൻ, കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനുള്ള ലക്ഷ്യം. ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകില്ല. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നത്, അതിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ പഠിച്ചെടുക്കാം, ആരൊക്കെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്, നമ്മുടെ റോൾ മോഡൽസ് ആരൊക്കെയാണ്, അത് പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടോ, അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പിന്നിലൊരു മനഃശാസ്ത്രം എന്താണ്, പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൂടാതെ ഇംഗ്ലീഷ് കൊണ്ടുള്ള നേട്ടങ്ങൾ, ഇംഗ്ലീഷ് പഠിച്ചിട്ട് എത്രയോ പൈസ ഉണ്ടാക്കിയ, നല്ല ആ സ്കില്ല് കൊണ്ട് ഒരുപാട് പൈസ നേടിയ എത്ര ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഏതായാലും ശരി, ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാം. നമ്മളൊക്കെ എങ്ങനെയാണ് മലയാളം പഠിച്ചത്? നമ്മളെല്ലാവരും എങ്ങനെയാണ് മലയാളം പഠിച്ചത്? നമ്മൾ കുഞ്ഞുവാവയായിരുന്ന സമയത്ത് ബാഗെല്ലാം തൂക്കി ഏതെങ്കിലും മലയാളം ഭാഷ എടുത്ത് പോയിട്ടാണ് പഠിച്ചത് അല്ലേ? ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും മലയാളം പഠിച്ചത് നമ്മുടെ വീട്ടുകാർ, ഉമ്മ പറയുന്നത്, വാപ്പ പറയുന്നത്, സിബ്ലിങ്സ് പറയുന്നതെല്ലാം കേട്ട് ഒരു 2-3 വയസ്സൊക്കെ ആകുമ്പോൾ, ശരിയല്ലേ, 2-3 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടി എന്തായാലും അത്യാവശ്യം ഭംഗിയായിട്ട് മലയാളം സംസാരിച്ച് തുടങ്ങും. 3 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ പോട്ടെ 4 വയസ്സിൽ മലയാളത്തിൽ ഫ്ലുവൻ്റ് ആവും. ഫ്ലുവൻസി മീൻസ് അവൻ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൻ അടിപൊളിയായിട്ട് പറയും. ഓക്കെ, ആ ഫ്ലുവൻസി എങ്ങനെയാണ് നേടിയത്? ഓക്കെ, ആ 3 വർഷം നിരന്തരമായി ഭാഷ കേട്ടു അല്ലേ? 3 വർഷത്തെ ഇൻപുട്ട്, 3 വർഷം വാപ്പ പറയുന്നത്, ഉമ്മ പറയുന്നത്, സിബ്ലിങ്സ് പറയുന്നത്, എല്ലാവരും പറയുന്നത് കേട്ട് 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 അവസാനം ഔട്ട്പുട്ട് പുറത്തു വന്നു. ഇൻപുട്ട് കിട്ടിയപ്പോൾ ഔട്ട്പുട്ട് പുറത്തു വന്നു, ഇൻപുട്ട് കിട്ടിയപ്പോൾ ഔട്ട്പുട്ട് പുറത്തു വന്നു. അപ്പോൾ ഇൻപുട്ട് കിട്ടിയാൽ മാത്രമേ ഔട്ട്പുട്ട് വരൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബംഗാളികൾ സേട്ടാ നാളെ സൈറ്റിൽ പണിയുണ്ട സേട്ടാൻ ചോദിക്കൂലേ, അവരെങ്ങനെ പഠിച്ചു? അവർ ഫോഴ്സ്ഡായി, അവർ മലയാളികളാൽ ചുറ്റപ്പെട്ടു, മലയാളികളാൽ സറൗണ്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ ഭാഷ കൊണ്ട് പൊതിഞ്ഞാൽ നമ്മൾ ഏത് ഭാഷയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒബ്വിയസ്ലി ഇൻ ദിസ് കേസ് ഇംഗ്ലീഷ്, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് തലച്ചോറിനെ പൊതിഞ്ഞാൽ, ധാരാളമായി കേട്ടാൽ, ധാരാളമായി അറിഞ്ഞാൽ, ധാരാളമായി അനുഭവിച്ചാൽ, ആ ഭാഷയെ സ്നേഹിച്ചു തുടങ്ങിയാൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പണ്ട്, അതായത് ഒരു 3-4 വർഷങ്ങൾക്കപ്പുറം, ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പം 9, 10, +1, +2 ട്യൂഷൻ ഫീൽഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഓള് ഇങ്ങനെ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി വന്നിരുന്നു. അപ്പം ഞാൻ ഓളോട് സംസാരിച്ചപ്പോൾ ഓളുടെ വായിന്ന് വരുന്ന ഇംഗ്ലീഷ് ഇടുക, സത്യത്തിൽ ഞാൻ ഞെട്ടി. ഐ വാസ് ടേക്കൻ എ ബാക്ക്, ഐ വാസ് ഷോക്ക്ഡ്, വല്ലാതെ ഞെട്ടി. കാരണം അവളുടെ വായിന്ന് വരുന്നത് നല്ല മനോഹരമായ അമേരിക്കൻ ഇംഗ്ലീഷാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. ഞാൻ ശരിക്കും ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ അവളോട് ചോദിച്ചു, മോളിതെങ്ങനെ പഠിച്ചു, മോളിതെങ്ങനെ പഠിച്ചെടുത്തു? ഓള് പറഞ്ഞു, സാറേ, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് കഴിഞ്ഞ 1 വർഷത്തെ എല്ലാ ദിവസവും ഒരു അമേരിക്കൻ വ്ളോഗില്ലേ, വീഡിയോ വ്ളോഗ്, ഹലോ ഗൈസ്, വ്ളോഗ്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്ന വ്ളോഗ്, എല്ലാ ദിവസവും ഒരു അമേരിക്കൻ വ്ളോഗറുടെ വീഡിയോ ഇങ്ങനെ നിരന്തരമായി എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുമോ. ഡെയിലി
കുറഞ്ഞത് അരമണിക്കൂറൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. കേട്ട് ഇൻപുട്ട് കിട്ടി, കേട്ട് ഇൻപുട്ട് കിട്ടി. സർ, ഞാൻ അവർക്കിടയിൽ ജനിച്ചതുപോലെ ആയി സർ, ഞാൻ അവർക്കിടയിൽ ജനിച്ചതുപോലെ ആയി. അത്രത്തോളം ഞാനിങ്ങനെ കേൾക്കാണ്. അപ്പം അങ്ങനെ അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ നാവിൽ നിന്ന് മനോഹരമായിട്ട് അവരുടെ ഇംഗ്ലീഷ് വരുന്നുണ്ട് സർ, അവരുടെ സ്ലാങ് വരുന്നുണ്ട്, ഒരു നേറ്റീവ് സ്പീക്കറിൻ്റെതായ ഫ്രേസുകളും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ നാവിൽ നിന്ന് വരാൻ തുടങ്ങി സർ. ഞാൻ പോലും ഞെട്ടിപ്പോയി സർ. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇവിടെ ഭാഷാ പഠനം അടിസ്ഥാനപരമായി മറ്റ് ചില കാര്യങ്ങളോട് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡായി എങ്ങനെയാണ് ഒരാൾ ഭാഷ പഠിക്കുന്നത്, ഭാഷ കൊണ്ട് നേട്ടം ഉണ്ടാക്കിയ കുറച്ച് മലയാളി കുട്ടികൾ, മലയാളികളായ കുറച്ച് കുട്ടികളൊക്കെ ഈ ലാംഗ്വേജ് കാരണം ജീവിതം മാറി പറഞ്ഞവരുണ്ട്, ലൈഫ് ചേഞ്ച് ആയ ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ ചാനലിൻ്റെ പേർപ്പസ് പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല സപ്പോർട്ട് വരിക, നല്ല രീതിയിലുള്ള സപ്പോർട്ട് വരിക. വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ മുഴുവൻ സ്നേഹങ്ങൾ നൽകുക. നമുക്ക് ഈ ഒരു ചാനലിനെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല കോണ്ടൻസ് ചെയ്ത് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ നമുക്ക് വേണം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.